പറഞ്ഞോളൂ സാർ. പൃഥ്വി, നീ എന്റെ കൂടെ നിൽക്കേണ്ടവനാ. നിനക്ക് ആവശ്യം വന്നപ്പോഴെല്ലാം ഞാൻ നിന്നോടൊപ്പം നിന്നു. അതൊന്നും നീ മറക്കരുത്. ധ്വനിമോളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. കുഞ്ഞിനെ വിട്ടു വന്നില്ലെങ്കിൽ ഏത് നിമിഷം ഇവിടെ പോലീസ് എത്തും. ചിലപ്പോ നിങ്ങളുടെ ഈ സാമ്രാജ്യം തന്നെ ഇല്ലാതെയോ? വേണ്ട പൃഥ്വി, ഞാൻ ആരാണെന്ന് അറിയാത്ത ആളല്ലല്ലോ നീ. പോലീസിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മോളെ പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തരാൻ പൂർണിമ ചേച്ചിയുടെ യാതൊരു തെളിവുമില്ല. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. തൽക്കാലം അവിടെ അടങ്ങിയിരിക്കെ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. വാടാ, വാ. ഹലോ, ഞാൻ ആവശ്യപ്പെട്ട എവിഡൻസ് നിങ്ങൾ റെഡിയാക്കിയോ? നിങ്ങൾ കരുതുന്ന പോലെ ഇത് നിങ്ങൾക്കെതിരെയുള്ള എവിഡൻസ് ആണെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ ഒരു ഡയറി മാത്രം എന്റെ കയ്യിലുള്ളത്. ഓക്കെ, അതെന്തായാലും എനിക്ക് ഉടനെ വേണം. വരേണ്ട സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. ആ ശരി. എന്റെ മോളെവിടെ? എനിക്കൊന്ന് സംസാരിക്കണം. തെളിവ് തന്നതിന് ശേഷം മോളെ അങ്ങ് തിരിച്ചു തന്നേക്കാം.